ഹലോ അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്നൊരു കടി തയ്യാറാക്കിയാണ്, ചായക്കടി തയ്യാറാക്കിയാണ്. അപ്പോൾ ഇത് പരിപാടി വീട്ടിൽ ഞങ്ങളുടെ പെരവാസ്തോലി വീട്ടിൽ വെച്ചാണ്, പാലുകാച്ച് വീടുണ്ടല്ലോ അവിടെ വെച്ച് ഞാൻ തയ്യാറാക്കിയൊരു ചെറിയൊരു പിള്ളേർക്ക് കഴിക്കാൻ പെട്ടെന്നുണ്ടാക്കിയതാണ്. ചായക്കൊരു ചെറിയ സ്നാക്സ് എന്ന് പറയാം. അപ്പോൾ ഞാനിത് മൈദയും കൊച്ചുള്ളി, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞിച്ചിട്ട് മൈദയ്ക്കകത്ത് പിന്നെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഒരു നേരം വെക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ ഒരു വജിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറേ എണ്ണയൊക്കെ ഒഴിച്ച് മാവ് ഇതെല്ലാം കൂടെ സ്നാക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ ആണെങ്കിൽ അടുപ്പിനകത്ത് ചായ ഇരിപ്പുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴേക്കും പിന്നെ ഇതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുക്കാനും വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ മൂത്തിട്ടെന്ന് പറയാൻ ബ്രൗൺ കളറായിട്ടില്ല. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ പിടിച്ചിട്ടതാണിത്. ഓക്കെ, അങ്ങനെ ഇതൊക്കെ ഒന്ന് കളറായിട്ട് വരട്ടെ, നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതിന് വേണ്ടി ഉള്ളി ബജ്ജി എന്ന് പറയും. ഉള്ളി ബജ്ജി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഉള്ളിയൊന്നും ഇട്ടില്ല, പച്ചമുളകൊന്നും കുറച്ചിട്ടത്. കുട്ടികളൊക്കെ ഉള്ള വീടാണ്. അങ്ങനെ ഞാൻ ഇത്തരമൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തു. അപ്പം പൊരിച്ചിടുന്നുടനെ ഓരോരുത്തർ ഇങ്ങനെ പറക്കിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ഈ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ചെറിയൊരു വീഡിയോ കൂടെ ആക്കാം എന്ന രൂപത്തിലാണ് ഞാനിതിങ്ങനെ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കേ.